വീണ്ടും വാർത്തകളിലേക്ക്. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഗുരുദേവ മാഹാത്മ്യം കഥകളിക്ക് അവതരണാനുമതി നൽകുമെന്ന് ഓംബുഡ്സ്മാൻ റിപ്പോർട്ട്. വിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൃപ്പയാറിൽ SNDP യൂണിയൻ പ്രവർത്തകർ പ്രകടനം നടത്തി. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഗുരുദേവ മാഹാത്മ്യം കഥകളിക്ക് അവതരണാനുമതി നൽകണമെന്ന് ഓംബുഡ്സ്മാന്റെ റിപ്പോർട്ടുള്ളതായി SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്താണ് അറിയിച്ചത്. ഗുരുദേവ മാഹാത്മ്യം കഥകളി കഴിഞ്ഞ ഏകാദശിയോടനുബന്ധിച്ച് തൃപ്പയാർ ക്ഷേത്രത്തിൽ അനുമതി തരികയും പിന്നീട് ചിലരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വിധേയരായിക്കൊണ്ട് ആ കഥകളി നിഷേധിക്കുകയും ഉണ്ടായ ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. മുഴുവൻ ഈ മേഖലയിലുള്ള എല്ലാവരുടെയും മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രക്ഷോഭങ്ങൾ, ഒരുപാട് സമരങ്ങൾ, ഒരുപാട് ജാഥകൾ ഒക്കെ SNDP യോഗം നാട്ടിക യൂണിയൻ്റെയും അതുപോലെ തന്നെ പെരുങ്ങോട്ടുകര യൂണിയൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുകയുണ്ടായി. എന്നിട്ടും അധികാരപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പരിഗണനയും ലഭിക്കാതെ വന്നപ്പോൾ നാട്ടിക യൂണിയനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് യൂണിയൻ പ്രസിഡന്റ് കേരള ഓംബുഡ്സ്മാൻ കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്യുകയുണ്ടായിരുന്നു. തീർച്ചയായും വളരെ അനുയോജ്യമായ അനുകൂലമായ ഒരു വിധി തന്നെ ഈ കേസിൽ ഉണ്ടായിരിക്കുകയാണ്. ആ കേസിൻ്റെ വിധിപ്പകർപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും മഹാഗുരുവിനെ കുറിച്ചുള്ള ഒരു കഥകളി, അതിൽ ഗുരുദേവൻ്റെ ജീവചരിത്രം മാത്രമല്ല, അരുവിപ്പുറത്ത് മഹാഗുരു നടത്തിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാമൂഹ്യ വിപ്ലവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠയെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കുന്ന ഒരു കഥകളി ഇത്രയും ഗംഭീരമായി ചിത്രീകരിച്ചത് ഗുരുവായൂർ ദേവസ്വത്തിന് പോലും കളിക്കാൻ അനുമതി നൽകുകയും അതുപോലെ തന്നെ ഗുരുദേവ മാഹാത്മ്യം കഥകളിക്ക് ക്ഷേത്രാങ്കണത്തിൽ അവതരണാനുമതി നിഷേധിച്ചതിനെതിരെ യൂണിയന് വേണ്ടി ഹൈക്കോടതിയിൽ താൻ ഹർജി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഹൈക്കോടതിയാണ് ഓംബുഡ്സ്മാനോട് ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടത്. ക്ഷേത്രം തന്ത്രിക്ക് പൂജാതി കർമ്മങ്ങളിൽ മാത്രമാണ് അവസാന വാക്കെന്നും ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള കലാപരിപാടികളിൽ ഇടപെടാൻ അവകാശമില്ലെന്നും ഓംബുഡ്സ്മാൻ വ്യക്തമാക്കി. 2001 തന്ത്രിയും കൊച്ചിൻ ദേവസ്വം ബോർഡും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു കേസിൽ പൂജാതി കർമ്മങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് അവകാശമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗുരുദേവ മാഹാത്മ്യം കഥകളിയിൽ ഗുരുദേവന്റെ ജീവചരിത്രത്തെ കൂടാതെ അരുവിപുറം ക്ഷേത്ര പ്രതിഷ്ഠയും ഉൾപ്പെടുന്നു. ഇത് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ഗുരുദേവ മാഹാത്മ്യം കഥകളിക്ക് വിലക്ക് ഏർപ്പെടുത്താൻ പാടില്ലാത്തതാണെന്ന് ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് R ഭാസ്കരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വരും കാലങ്ങളിൽ കഥകളിക്ക് ക്ഷേത്രത്തിൽ അവതരണാനുമതി നൽകണമെന്നും ഓംബുഡ്സ്മാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് അറിയിച്ചു. ജയന്തൻ പുത്തൂര്, KS ദീപൻ, CS ഗണേശൻ, പ്രകാശ് കടവിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജാഗരൺ ഭാരത് ദേശീയോദ്ഗ്രഥന ക്യാമ്പിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. കോട്ടപ്പുറത്ത് നടന്ന ചടങ്ങിൽ TN പ്രതാപൻ MLA പതാക ഉയർത്തി. ജില്ലാ റൂറൽ SP S വിജയകുമാർ, ഫാദർ ബിനു മുക്കത്ത്, VM ജോണി തുടങ്ങിയവരും പങ്കെടുത്തു. വൈകിട്ട് ക്യാമ്പ് പ്രതിനിധികൾ പങ്കെടുക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്രയും ഉണ്ടായിരുന്നു.
ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട LDF സ്ഥാനാർത്ഥി CN ജയദേവൻ വോട്ടർമാരോട് നന്ദി പറയുന്നതിനായി ബുധനാഴ്ച നാട്ടിക നിയോജക മണ്ഡലത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. രാവിലെ മുതൽ തളിക്കുളം, നാട്ടിക, വലപ്പാട്, ഏടമുട്ടം, തൃപ്പയാർ, താന്യം, ചാഴൂർ, ചിറക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിയാണ് വോട്ടർമാരോട് നന്ദി പറഞ്ഞത്. LDF നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PR വർഗീസ് മാസ്റ്റർ, സെക്രട്ടറി അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, ട്രഷറർ CR മുരളീധരൻ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളിൽ, പ്രക്ഷോഭ സമരങ്ങളിൽ, വികസന പ്രവർത്തനങ്ങളിൽ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി, മതചിന്തകൾക്കതീതമായി നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാനും ഉണ്ടാകും എന്നീ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നു. ദീർഘിച്ച ഒരു പ്രസംഗത്തിനും ഈ സന്ദർഭത്തിൽ മുതിരുന്നില്ല. നിങ്ങൾ നൽകിയ കൃത്യമായ വരവേൽപ്പിനും സ്വീകരണത്തിനും ഒരിക്കൽ കൂടി. മാങ്ങ കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വാടാനപ്പള്ളിയിൽ അഖിലേന്ത്യാ തലത്തിൽ മാമ്പഴ ചക്കമേള നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച മുതൽ ഈ മാസം 26 വരെ വാടാനപ്പള്ളി വ്യാപാര ഭവനിലാണ് മേള സംഘടിപ്പിക്കുന്നത്. ചക്ക കൊണ്ടുള്ള പായസങ്ങൾ, മാമ്പഴ പായസം എന്നിവ കൂടാതെ ചക്ക തോരൻ, ചക്ക അട, ചക്ക സലാഡ്, ചക്ക സാൻഡ്വിച്ച് തുടങ്ങിയ വിഭവങ്ങളും മേളയിൽ ഉണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടുന്ന 100-ൽ പരം മാങ്ങകൾ മേളയിൽ പ്രദർശിപ്പിക്കും. വീണ്ടും പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണം വിവിധയിടങ്ങളിൽ നടന്നു. തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഗുരുദേവ മഹാത്മ്യം കഥകളിക്ക് അവതരണാനുമതി നൽകുമെന്ന് ഓംബുഡ്സ്മാൻ റിപ്പോർട്ട്. വിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് തൃപ്പയാറിൽ SNDP യൂണിയൻ പ്രവർത്തകർ പ്രകടനം നടത്തി. ജാഗരൺ ഭാരത് ദേശീയോദ്ഗ്രഥന ക്യാമ്പിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.